ഇന്ന് നമ്മൾ സ്ഥിരം കല്യാണത്തിനല്ലേ കാണുന്നത്. അതെ, ഇന്ന് നമ്മൾ ആദ്യമായിട്ടല്ലേ അടുക്കള കാണുന്നത്. അതാണ് വലിയ സർപ്രൈസ്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മളെന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് എന്റെ ഒറിജിനൽ വൈഫിനെയാണ് ശരിക്കും എന്റെ കൂടെ കാണുന്നത്. ഇത് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് വൈഫ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് വൈഫ്, സ്ക്രീൻ വൈഫ്. പക്ഷെ അങ്ങനെ പറയുന്നെങ്കിലും കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മലയാളികളെല്ലാം വിചാരിച്ചു എവിടെ ചെന്നാലും ചോദിക്കുന്നത് അങ്ങനെ. പക്ഷെ ഇന്ന് ഞങ്ങള് ശരിക്കും ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ ഞങ്ങളും വിളിച്ചത്. ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഓക്കെ, ഓഫ് കോഴ്സ് ആസ് എൻ ആക്ട്രസ് അല്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ എന്നാ ആവാനാ ഇഷ്ടം? അംബിഷൻ എഞ്ചിനീയർ ആവാനായിരുന്നു ഇഷ്ടം. പക്ഷെ നമ്മുടെ എന്താ പറയുക, ദൈവത്തിന്റെ ഒരു ഞാൻ ചോദിക്കട്ടെ, അതിനെക്കാട്ടിലും ഒരു സന്തോഷമില്ലേ? തീർച്ചയായിട്ടും. അതായ നമ്മൾ ഏതെങ്കിലും ഒരു പറഞ്ഞ ഒരു നമ്മൾ ഈ രീതിയിലൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുകയോ ഒന്നും ഇല്ലല്ലോ. എവിടെയെങ്കിലും ഏതൊരു കമ്പനിയിൽ ഒരു ചെയറിലിരുന്ന് അങ്ങനെ പോത്തേ ഉള്ളൂ നമ്മുടെ ലൈഫ്. ഇപ്പൊ അതല്ലല്ലോ, മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ചേട്ടാ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, ഇപ്പം എഞ്ചിനീയറിനെക്കാട്ടിലും ഇപ്പം അല്ലെ ബെറ്റർ എന്ന് ചേട്ടൻ ചോദിച്ചു. ഈ കെൽട്രോണിൽ ജോലി ചെയ്ത് ഇദ്ദേഹം അതുകൊണ്ടാണോ അങ്ങനെ ചെയ്തത്? ഞാൻ കെൽട്രോണിലെ എക്സിക്യൂട്ടീവ് ആയിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു നടനായി മാറുമെന്നുള്ളത്. കാരണം അന്ന് എനിക്ക് കെൽട്രോണിൽ ജോലിയുടെ കൂടാതെ തന്നെ എനിക്കൊരു വീഡിയോ ബിസിനസ് ഉണ്ടായിരുന്നു, വീഡിയോ ലൈബ്രറി ഉണ്ടായിരുന്നു, കോപ്പിറൈറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്യുന്ന കാലഘട്ടത്തിലും എനിക്ക് ഇങ്ങനെ ഒരു ലെവലിൽ അഭിനയിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരുടെ കൂടെ നടക്കാൻ പറ്റുമെന്നോ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ബേസിക്കലി എൻ്റെ ലൈഫ് വേറെയായിരുന്നു. പിന്നെ ഇതെല്ലാം മുകളിൽ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച പോലെ ആദ്യം കിരീടം എന്നൊരു സിനിമ നിർമ്മിക്കാനും അതിനുശേഷം അടുപ്പിച്ചടുപ്പിച്ച് കിരീടം ചേട്ടനും കൂടെ ഉണ്ട്. അപ്പൊ കിരീടം ഉണ്ണിച്ചേട്ടനല്ലേ പ്രൊഡ്യൂസ് ചെയ്ത? പ്രൊഡ്യൂസർ ഞാനാണ് ശരിക്കും പറഞ്ഞത്. ഈ കൃപ ഫിലിംസ് എന്ന് പറയുന്നത് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ കൃപ ഫിലിംസ് എന്ന് പറയുന്നത് തന്നെ കൃഷ്ണകുമാറും പണിക്കരും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനി രജിസ്റ്റർ ചെയ്തു, ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഇത് ആൾക്കാർ ചോദിക്കാറുണ്ട്, അപ്പൊ ഈ കിരീടം ഉണ്ണി എങ്ങനെ അദ്ദേഹമായി? അപ്പൊ ഞാനൊരു മറുപടി ഞാൻ കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് ദിനേശ് പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിനേശ് പണിക്കരെ ഈ അടുത്ത അറിവിൽ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ദിനേശ് പണിക്കർ, ഏത് ദിനേശ് പണിക്കർ എന്ന് പോലും ആരും ചോദിക്കാറില്ല. അതേസമയം അന്ന് എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ പാർട്ട്ണറുടെ പേര് കൃഷ്ണകുമാർ എന്നാണെങ്കിലും ഉണ്ണി എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെ കാണുമ്പോൾ ചോദിക്കുക, അത് ചേട്ടാ ഉണ്ണിയെ കണ്ടോ? അപ്പോൾ ഏത് ഉണ്ണി എന്ന് അറിയാതെ ചോദിച്ചു. അപ്പം നമ്മളൊരു അതിൻ്റെ കൂടെ ഒരു സഫിക്സ് കൊടുത്തു. അതായത് അന്ന് കിരീടം പിടിച്ചുകൊണ്ടിരുന്ന ഉണ്ണി ആയതുകൊണ്ട് നമ്മുടെ കിരീടം പിടിക്കുന്ന ഉണ്ണിയെ, അങ്ങനെ പുള്ളി അത് കിരീടം ഉണ്ണിയായിട്ട് മാറി. കിരീടം പിടിച്ചിരുന്ന എനിക്ക് ആ പേര് കിട്ടിയില്ല. അങ്ങനെ കിരീടം ദിനേശ് പണിക്കർ ഞാൻ ആയില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞാനും ഉണ്ണിയും കൂടെ നിർമ്മിച്ച ചിത്രമാണ് കിരീടം. അതെങ്ങനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം വന്നത് എങ്ങനെ? അവസരം വന്നത് ഞാൻ ഈ ഉണ്ണിയും വലിയ സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ കെൽട്രോണിൽ വർക്ക് ചെയ്യുന്നു, ഉണ്ണിയാണെങ്കിൽ സ്റ്റെബിലൈസേഴ്സ് ഒരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ സെയിൽസിന് വേണ്ടി അദ്ദേഹം ചിലപ്പോൾ കെൽട്രോണിൽ വരാറുണ്ട്. വരുമ്പോൾ ഞങ്ങളിങ്ങനെ മേശയുടെ അപ്പുറത്തിപ്പുറത്ത് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഞങ്ങളുടെ പഴയ സിനിമകൾ, രണ്ടുപേർക്ക് സിനിമാ മോഹങ്ങളുണ്ട്. സിനിമാ മോഹം ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ സിനിമാ മോഹങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കോമൺ സുഹൃത്താണ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാലിനെ എനിക്ക് 1980 മുതൽ അറിയാം. ഉണ്ണിയാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള കാലം മുതലേ മോഹൻലാലിനെ അറിയാം. അപ്പോൾ ഞങ്ങളുടെ കോമൺ സുഹൃത്താണ്. സംസാരിച്ചു വന്നപ്പോൾ മോഹൻലാൽ ഇന്ന് സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നു, നമുക്കൊന്നൊരു ഡേറ്റ് ചോദിച്ചാൽ എന്താ, നമുക്കൊരു സിനിമ നിർമ്മിക്കാം. അപ്പം അങ്ങനെ ചിന്തിച്ചു വന്ന ആ ഒരു സംഭവമാണ് പ്രാക്ടിക്കലായിട്ട് വന്നപ്പോൾ കിരീടമായിട്ടങ്ങ് മാറി. അപ്പോൾ കഥയൊക്കെ ചേട്ടൻ നേരത്തെ കേട്ടിരുന്നോ? കഥ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ 86-87 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഇത് പ്രോജക്റ്റിലോട്ട് ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് അന്ന് സിബി മലയിൽ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എഴുതാനായിട്ട് ഇന്ന് എൻ്റെ അറിവിൽ മിടുക്കനായിട്ടുള്ള ഒരാളേ ഉള്ളൂ, അത് വേറെ ആരുമല്ല, ലോഹിദാസാണ്. അപ്പം ലോഹിദാസിൻ്റെ പേര് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഹാപ്പി അല്ലായിരുന്നു ആദ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഹിദാസിന് അതിന് മുമ്പത്തെ 2 സിനിമകൾ അത്രയും സൂപ്പർ ഹിറ്റായിട്ടില്ല. നമ്മളെപ്പോഴും സക്സസിന് പുറകെ പോകുന്ന ആൾക്കാരുണ്ടോ. അപ്പം നോക്കുമ്പോഴേക്കും തനിയാവർത്തനം എന്നൊരു സിനിമയാണ് അതിനു മുമ്പ് വന്ന്, നല്ല സിനിമയാണ്, പക്ഷേ കമേഴ്ഷ്യൽ ഹിറ്റായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഒരു എഴുതാപ്പുറങ്ങൾ, അതും അത്രയും കമേഴ്ഷ്യൽ ഹിറ്റല്ല. ഈ 2 സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ടാണ് ലോഹിദാസിനുള്ളത്. നല്ല എഴുത്തുകാരൻ, പക്ഷേ കമേഴ്ഷ്യൽ ഹിറ്റല്ല. പക്ഷേ സിബി മലയിലെ ഒരു നിർബന്ധം, സിബി പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഇത് ഹിറ്റായിരിക്കും. അങ്ങനെ ഒരു വാശിയുടെ പുറത്ത് പുള്ളി അദ്ദേഹത്തിന് വരുത്തുന്നു. ഞങ്ങൾ കഥ കേൾക്കുന്നു. ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടിയിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ ഒരു ഗുണ്ടയുണ്ടായിരുന്നു. ആ ഗുണ്ടയുടെ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു 1 ലൈൻ ഞങ്ങളടുത്ത് പറയുന്നു. കേട്ടതും ഞങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, കാരണം അത് സിനിമയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. അന്ന് അവിടെ വെച്ച് ഉറപ്പിച്ചതാണ് ഈ കിരീടം. പക്ഷെ അന്ന് അതിന് പറഞ്ഞൊരു പേര്, കാരണം ആ കഥ കേൾക്കുമ്പോൾ അറിയാമല്ലോ, അതിൽ ശരിക്കും പറഞ്ഞാൽ കിരീടമല്ല തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്, മുൾക്കിരീടമാണ് വെച്ച് കൊടുക്കുന്നത്.
കാരണം ഒരു നല്ലൊരു മനുഷ്യൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചാണ് കഥ പോകുന്നത്. പക്ഷേ മുൾക്കിരീടം ഒരു നെഗറ്റീവായി പോയി. അതുകൊണ്ടാണ് പിന്നെ കിരീടം എന്നുള്ള പേര് നമ്മളതിന് കൊടുത്തത്. എത്ര പടം പ്രൊഡ്യൂസ് ചെയ്തു? 9 സിനിമ നിർമ്മിച്ചു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത് കിരീടം കഴിഞ്ഞിട്ട് കളിവീട്, പിന്നെ പ്രണയവർണ്ണങ്ങൾ, മയിൽപ്പീലിക്കാവ്, രജപുത്രൻ, ഇങ്ങനെ അനവധി സിനിമകൾ എടുത്തു. അതിൽ മമ്മൂട്ടി വെച്ചൊരു സിനിമ എടുത്തെങ്കിലും ഓടിയിട്ടില്ല. അതുകൊണ്ട് അതാണ് ഞാൻ ലാസ്റ്റ് പറയുന്നത്. അത് സ്റ്റാലിൻ ശിവദാസ് എന്ന് പറഞ്ഞൊരു സിനിമ. സ്റ്റാലിൻ ശിവദാസ് അത് പറയാമല്ലോ. സ്റ്റാലിൻ ശിവദാസിൽ എൻ്റെ ഫസ്റ്റ് അഭിനയിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അഭിനയിക്കുന്നു. അത് നോക്കിയത് ആ ഫെയ്റ്റിൻ്റെ ഒരു സംഭവം നോക്കി. ഞാനന്ന് എന്നെ പ്രൊഡ്യൂസറായിട്ടാണ് ആദ്യം കാണുന്നത്. ചേച്ചി എങ്ങനെയാ വന്നേ ഫിലിമിൽ? ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ടെലിഫിലിമാണ്. മുന്നേ പുനർജനി എന്ന് പറഞ്ഞിട്ട് കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ ഒരു ടെലിഫിലിം. അങ്ങനെ ആ സമയത്ത് പിന്നെ മധുമോഹൻ സാറിൻ്റെ സീരിയൽസ് ഒക്കെ ചെയ്തു. അപ്പോഴാണ് ഈ ഫിലിമിലേക്ക് ഓഫർ വരുന്നു. ഫസ്റ്റ് മൂവി ഇതാണ്. ചെയ്ത വേഷം കൂടെ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഐസ്ക്രീം പാർലറിന്റെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ക്യാരക്ടറാണ് ചെയ്തത്. കാരണം രസമായിട്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് ആ ഷോ കഴിഞ്ഞതും എന്നെ IV ശശിയേട്ടൻ ആ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വേറെ പടം നന്നായിരിക്കുന്നു കേട്ടോ, പടം കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ഐസ്ക്രീം പാർലർ ആ കേസിൽ അത് അഭിനയിച്ചിരിക്കുന്ന കുട്ടിയാരാ, കാരണം അന്നേ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ശശിയേട്ടൻ്റെ അടുത്തൊരു സിനിമയിൽ വിളിച്ച ശ്രദ്ധ ചെയ്തു, നല്ലൊരു വേഷം കൊടുക്കുകയും ചെയ്തു. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തു, ഓൾമോസ്റ്റ് 20 years. എത്രയായി ചേച്ചി? 20 years കഴിഞ്ഞു. ഇത്രയും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരുന്നു? അങ്ങനെ പറയാം, എല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്ത ക്യാരക്ടേഴ്സാണ്. അതിൽ പിന്നെ നോട്ടബിളായിട്ട് സീരിയലിൽ പറയുകയാണെങ്കിൽ മാനസി, അന്നത്തെ സമയത്ത് മാനസിയിൽ പത്മിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ, സുകുമാരി അമ്മയുടെ മകളായിട്ട്, ആ ക്യാരക്ടർ അന്ന് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ജോലയായി എന്ന് പറഞ്ഞ സീരിയലില് ലിസി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇപ്പം അത് മതി. ഫിലിമിൽ പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒറ്റ ഇത് മീശമാധവനിലെ ക്യാരക്ടർ, ദിലീപിൻ്റെ ചേട്ടത്തി ക്യാരക്ടർ. പിന്നെ പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറഞ്ഞ പടത്തിൽ കൊച്ചിൻ അനീഫയുടെ വൈഫായിട്ട് ചെയ്ത ക്യാരക്ടർ. കുറേ പടങ്ങളുണ്ട്, മീരയുടെ ദുഃഖം, മുത്തുവിൻ്റെ സ്വപ്നം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 10 വർഷം ഗ്യാപ്പ് എടുത്തിരുന്നു ഫിലിമിൽ നിന്ന്. അതിനെ പറ്റി ഈ മാരേജ് കഴിഞ്ഞ് കുട്ടികൾ, അങ്ങനെ ആ ഒരു സമയത്ത് ഒരു 10 years ഞാൻ ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് വീണ്ടും ഈ ചന്ദനമഴയിൽ ഞാൻ വീണ്ടും. കൊല്ലം. ചേച്ചിയുടെ വീട് ജനിച്ചു വളർന്നത് കൊല്ലത്ത്? ജനിച്ചു വളർന്നെന്ന് പറയാൻ പറ്റില്ല. ഒരു 12 വയസ്സ് വരെ അരുണാചൽ പ്രദേശിലായിരുന്നു ജനിച്ചത് ഒക്കെ അവിടെ. അതിനുശേഷം കൊല്ലത്ത് വന്ന് കൊല്ലത്താ സെറ്റിൽ ആയത്.